ദേവിയുടെ അനുവാദത്തിനായുള്ള പ്രാർത്ഥനയാണിത്. വിളക്ക് കെടുകയോ ഞാൻ പറഞ്ഞ നിബന്ധനകൾ തെറ്റിക്കുകയോ ചെയ്താൽ ദേവി കോപിക്കും. പടിയേറ്റിനുള്ള അനുവാദം ഇല്ല എന്നാണ് അതിനർത്ഥം. ഇത് ഗംഗാജലമാണ്. പുണ്യഗംഗയിലെ തീർത്ഥജലം. പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ ജലത്താൽ ഒരിക്കൽ കൂടി ശുദ്ധീകരിക്കപ്പെടും. പാപമോചനം നേടുമെന്നർത്ഥം. മകളെ ദത്തെടുക്കാനുള്ള അനുവാദത്തിനായി പ്രദക്ഷിണം ആരംഭിച്ചോളൂ. മൂന്ന് വട്ടം പ്രദക്ഷിണം വയ്ക്കണം. പടിയേറ്റ അനുവാദം കിട്ടാനായി എല്ലാവരും തിരുനടയിൽ നിന്നും ഉള്ളുരുകി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം. പടിയേറ്റുകാരി ഒഴികെ ബാക്കിയുള്ളവർ ക്ഷേത്രത്തിന് ഒരു വട്ടം പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വരൂ. ഹലോ. ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ നന്ദിനി എടുത്തയുടെ കയ്യിലായിരിക്കും. അപ്പോൾ ഞാൻ ഒരു മനുഷ്യരുടെയും കണ്ണിപ്പെടാതെ ആദ്യം പോയി കാറിയിരിക്കും. ഓക്കെ. തക്കം നോക്കി ആരും കാണാതെ പതുക്കെ നീ വന്നേക്കണം. ഞാൻ കാറിലുണ്ടാവും. ഗോൾഡൻ ചാൻസാണ്. ഇന്ന് തന്നെ ഇവിടുന്ന് മുങ്ങാം. ശരി. അമ്പലമുറ്റത്ത് നിന്നാണോ ഫോണിൽ സംസാരിക്കുന്നത്? എന്തൊരു മോശം ഇത്. ആരെങ്കിലും കണ്ട വളർത്തി വിട്ടവരുടെ പെടലിക്ക കുറ്റം വീഴുക. സോറി മുത്തശ്ശി. മാലതി, ഇങ്ങ വന്നേ. എന്താമേ? ദേവസ്വം കൗണ്ടറിൽ ചെന്ന് വേഗം പാൽപായസത്തിന്റെ ചീട്ട് എഴുതിക്ക് ചെല്ലേ. ശരി അമ്മേ. ഇവിടെ ചടങ്ങുകൾ നടക്കുമ്പോ ഇവന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ചേച്ചിക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടോ? ആപത്ത് ഏത് വഴിക്കാ ടിക്കറ്റ് എടുത്ത് വരുന്നതെന്നറിയില്ല. എന്തായാലും മാറിയേക്കാം. ഇവ എന്തിനാ എന്നെ കാണുമ്പോ മാറി മാറി പോകുന്നേ? ചേച്ചി, നീ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ഇത് അമ്പലമല്ലേ? എവിടെയെങ്കിലും ഒക്കെ നടന്നാലെന്താ? നിനക്കെന്തൊരു ടെൻഷൻ പോലെ? ടെൻഷനോ? പരിഭ്രമം. ചേച്ചിക്ക് വെറുതെ തോന്നുക. അല്ല, നിന്റെ മുഖം കണ്ടല്ലോ അറിയാം. അരവട്ടനെ പോലെ. അരവട്ടനോ? നമ്മുടെ കുടുംബത്തിൽ ആർക്കും പാരമ്പര്യമായിട്ട് വട്ടില്ലല്ലോ. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലോ കേട്ടോ. അതെ, ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ദാഹിച്ചിട്ട് ഒരു സോഡ നാരങ്ങയോളം കുടിക്കാനാ. അവിടെ പടിയേറ്റ് പൂജ നടക്കല്ലേ? വാ, വന്ന് പ്രാർത്ഥിക്കും. ചേച്ചി, പടിയേറ്റ് പൂജ നടക്കുന്നിടത്ത് വന്ന് ഞാൻ അയ്യോ പൊന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? അത് നിങ്ങളുടെ കുടുംബകാര്യമല്ലേ? അപ്പൊ നീ ആ കുടുംബത്തിൽ പെട്ടതല്ലേ? ഞാനേ എനിക്കെന്റെ ചേച്ചിയെ പിരിയിരിക്കാൻ വയ്യാത്തോണ്ട് ചെമ്പകമംഗലത്തൊന്ന് നിൽക്കുന്നതല്ലേ.
അതെനിക്കറിയാടാ, നിനക്ക് എന്നോടുള്ള സ്നേഹം. അതെ, ചേച്ചി ചെല്ല്. ഞാനേ ഒരു സോഡ നരങ്ങി കുടിച്ചിട്ട് പെട്ടെന്ന് വരാം. ചെല്ല്. ഞാൻ ചെമ്പകമംഗലത്ത് വന്ന് നിൽക്കുന്നത് മൈഥിലിയും കൊണ്ട് ഒളിച്ചോടാനാണെന്ന സത്യം ചേച്ചിക്കറിയില്ലല്ലോ. മൈഥിലി, നീ ഇതെവിടെ പോന്നു? ഞാൻ അയ്യോ, അങ്ങോട്ടൊന്നും പോണ്ട. നട്ടുച്ചയ്ക്ക് യക്ഷി ഇറങ്ങുന്ന കാവാ. ഗർഭിണികളെ കണ്ടാ അവര് വെറുതെ വിടില്ല. നീ കേട്ടിട്ടില്ലേ ഏതോ ഒരു രുചിയുടെ കഥ? ആ രുചിയുടെ പേരെന്തായിരുന്നു? ആ, വരരുചി. വരരുചി. ആ പിന്നെ ഗർഭിണികളായ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പട്ടാപ്പകലും പാതിരാത്രിയിലും യക്ഷികളും ഗന്ധർവന്മാരും ഇറങ്ങും. അവരുടെ കണ്ണുകളെ നമ്മുടെ മേലെ തട്ടാൻ പാടില്ല. അതുപോലെ സന്ധ്യ കഴിഞ്ഞ് മുറ്റത്തിറങ്ങി നടക്കാനും പാടില്ല. ഈ കാലം കോഴിന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അത് ഗർഭിണികളെ നോക്കാൻ പാടില്ലെന്നാ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ആരുടെയും കണ്ണിപ്പെടാതെ രക്ഷപ്പെടണമെന്ന്. എന്താ ഇപ്പൊ പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന്? ചേച്ചി ചോദിച്ചതിന്റെ മറുപടിയാ ഞാൻ പറഞ്ഞേ. അതെ, കാലം കോഴിയുടെ കണ്ണു തട്ടിയാലേ അത് വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കുന്നേ. മൈഥിലി ആരെയാ നോക്കുന്നേ? കാർത്തിക്കിനെയാണോ? അതെ അതെ. കാർത്തിക്കിനെ ആരും റാഞ്ചിക്കൊണ്ട് പോവില്ല. നീ വാ വാ.
പ്രദക്ഷിണം വയ്ക്കുമ്പോൾ സദാസമയവും ദൈവനാമം ഉരുവിട്ടുകൊണ്ടായിരിക്കണം. ദീപം അണയാനും പാടില്ല. തിരിഞ്ഞു നോക്കുകയോ പിന്തിരിയുകയോ ദീപം കൈമാറുകയോ ചെയ്യാൻ പാടില്ല. ഒന്നും അറിയാടരുത്. പൂജാരി പറഞ്ഞത് ഓർക്കണം. ദൈവമേ, ഒരു വയ്യാവേലി വരുന്നുണ്ടല്ലോ. ഇങ്ങേരനെ കാണുമോ? മാലതിയുടെ ആങ്ങളെ വൈശാഖല്ലേ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? അവൻ്റെ സെക്രട്ടറിയോ മറ്റുണ്ടോ? ഇടങ്ങേറായി. അച്ഛൻ എന്നെ കണ്ടു. താക്ക് താക്ക് താക്ക്. ആ അച്ഛാ, നീ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? അല്ല ഒന്നുമില്ല, വെറുതെ. നമ്മുടെ കുടുംബത്തെ വലിയൊരു ചടങ്ങ് നടക്കുകയല്ലേടാ. നീ ഇങ്ങനെ മാറിയിരിക്കുന്നത് ശരിയാണോ? ഞാൻ വലിയൊരു ചടങ്ങിനായി പോവുമായിരുന്നു. നീ ഇറങ്ങി വാടാ മോനെ, വാ ഇറങ്ങി വാ വാ. നിനക്ക് ഈ അമ്പലത്തിലെ പ്രാർത്ഥനയും പൂജയൊന്നും അത്ര പിടുത്തമല്ലല്ലേ? ശരിയാണ് അച്ഛാ, എനിക്ക് അത്യാവശ്യം ഈശ്വരവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ചില അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഞാൻ എതിരാണ്. നീ ഒരു പുരോഗമന ചിന്താധിക്കാരനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിനക്ക് ആ ചെമ്പകമംഗലത്താണ് ഇരുന്നാ പോരായിരുന്നു. എന്തിനാ മോനെ വെറുതെ വലിഞ്ഞു കയറി വന്ന് വെയില് കൊള്ളുന്നത്? അച്ഛൻ എനിക്കിട്ട് താങ്ങുവാണോ? അല്ല, ഞാൻ ചോദിച്ചിട്ട് നീ എന്താ മറുപടി പറയാത്തത്? അല്ല, നമ്മുടെ കുടുംബത്തിലൊരു സംഭവം നടക്കുമ്പോ എന്റെ സാന്നിധ്യം കൂടെ വേണ്ടേ? അത് കൊള്ളാം, അത് കൊള്ളാം. വാ 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 വാ. അതെ, നിന്റെ കുടുംബം അല്ലല്ലോടാ ഇത്. നിന്റെ കുടുംബം വേറെയല്ലേ? ഇനി ഞാനും മൈഥിലിയും തമ്മിലുള്ള ബന്ധം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങേര് കാഞ്ഞ പുള്ളിയാ. വൈശാഖേ, നീ എന്തായാലും ഒരു ചടങ്ങിന് വന്നതല്ലേ? ആ സ്ഥിതിക്ക് നീ ആത്മാർത്ഥമായി പങ്കെടുക്കണം. വാ. ഇതെങ്ങനെ മുറിഞ്ഞതാ? അമ്മ വരുന്ന വഴിയില് ഒരു കുപ്പിച്ചില് കണ്ടു. ഞാൻ ഓടിച്ചെന്ന് അതെടുത്ത് മാറ്റിയതാ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മീനാക്ഷി? മതി. ആ മേഡം, എന്തായി മഹാദേവൻ? കുപ്പിച്ചിലറ്റാക്ക് പാളിയിട്ടുണ്ട്. എന്നാ ആ വെളിച്ചെണ്ണ പ്രയോഗം നടത്തും. ആ ഏത് വിധേനയായാലും ആ അവളുടെ പൂജ മുടങ്ങണം. ഞാൻ ഏറ്റു മേഡം.
ശരി. ഒന്നിനും ഒരു വിഘ്നവും നേരിട്ടില്ല. കാറ്റുണ്ടായിരുന്നു, പക്ഷെ വിളക്ക് കിട്ടില്ല. ദേവിയുടെ അനുഗ്രഹമുണ്ടെന്നർത്ഥം. രണ്ടാം വട്ട പ്രദക്ഷിണം തുടങ്ങിക്കൊള്ളൂ. ഇതേപോലെ തന്നെ ഇതേ നിബന്ധനകളോടെ. ദേവിക്കുള്ള പട്ടുടയാട എവിടെ? അയ്യോ അമ്മേ, പട്ടുടയാട് എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്ത് ഉത്തരവാദിത്വ സാവിത്രി നിനക്കുള്ളത്? വളരെ പ്രധാനപ്പെട്ടതല്ലേ ദേവിയുടെ പട്ടുടയാട? അത് ഉടനെ ഇവിടെ വേണം. മോനെ കാർത്തി, എന്താ അമ്മേ? നീ ഒന്ന് പോയി എടുത്തോണ്ട് വാ. എവിടെ അമ്മ വെച്ചിരിക്കുന്നത്? പൂജാമുറി തന്നെ ഉണ്ട് മോനെ. ശരി, എന്നാ ഞാൻ പോയി വേഗം എടുത്തോണ്ട് വരാം. ഇപ്പൊ വരാം. ചെല്ലേ. ഇത് തന്നെ പറ്റിയ അവസരം. ദൈവമേ, ഇത്തവണയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഭഗവാനെ, ഇവരിതെവിടെ പോയി? ഈ തോട്ടൻ അവിടെ പോയി നിൽക്കുവാണോ? അവനൊന്ന് വിളിച്ചു നോക്കിയാലോ? കിട്ടുന്നില്ലല്ലോ.
ഇവനിത് എവിടെ പോയി? അയ്യോ, വല്യമ്മയുടെ അടുത്ത ചതി, ക്ലീശ അറ്റാക്ക്, എണ്ണ ഒഴിക്കൽ. च कामे च मोक्षे च भरतर्षभ